വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നെഹെമ്യയുടെ പുസ്തകം 3-ാം അധ്യായം. പ്രധാന പുരോഹിതനായ എലിയാശീബും അവന്റെ സഹോദരരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് അജകവാടം പണിതു. അവർ അത് വിശദീകരിച്ച് കതകുകൾ പിടിപ്പിച്ചു. മേയ ഗോപുരം വരെയും തുടർന്ന് ഹനനേൽ ഗോപുരം വരെയും അവർ അത് വിശദീകരിച്ചു. അതിന് തുടർച്ചയായി ജെറിക്കോ പൗരന്മാർ പണിതു. അതിനോട് ചേർന്ന് പണിതത് ഇമ്രിയുടെ പുത്രൻ സക്കൂറാണ്. ഹസേനായുടെ പുത്രന്മാർ മത്സ്യക്കവാടം പണിതു. അവർ അതിന് ഉത്തരം വയ്ക്കുകയും അതിന്റെ കതകളും കുറ്റികളും ഓടാമ്പലുകളും ഘടിപ്പിക്കുകയും ചെയ്തു. അവരുടെ വശം ചേർന്ന് ഹക്കോസിന്റെ പുത്രനായ ഊറിയയുടെ പുത്രൻ മെറേമോത്ത് അത് ബലപ്പെടുത്തി. അവിടെ തുടർച്ചയായി മെഷേസബേലിന്റെ പുത്രനായ ബറേക്കിയയുടെ പുത്രൻ മെഷുല്ലാം അത് ശക്തിപ്പെടുത്തി. അവരെ തുടർന്ന് ബലവത്താക്കിയത് ബാനായുടെ പുത്രൻ സാദോക്കാണ്. അവർക്ക് തുടർച്ചയായി തെക്കോവക്കാരാണ് ബലപ്പെടുത്തിയത്. എന്നാൽ അവരുടെ പ്രമുഖന്മാർ തങ്ങളുടെ മേസ്തിരിമാരുടെ ജോലിയോട് ഇണങ്ങിച്ചേർന്നു പോയില്ല. പാസയുടെ പുത്രൻ യോയദായും ബസേദയുടെ പുത്രൻ മെഷുല്ലാമും യശന കവാടം ബലപ്പെടുത്തി. അവർ അതിന് ഉത്തരം വച്ച് കതകുകളും കുറ്റികളും ഓടാമ്പലുകളും ഘടിപ്പിച്ചു. ഗിബയോന്റെയും മിസ്പായുടെയും പൗരന്മാരായ ഗിബയോൻകാരൻ മെലാത്തിയായും മെറോനോത്തുകാരൻ യാദോനും നദിക്കക്കരയുള്ള അധിപതിയുടെ സിംഹാസനത്തിന് വേണ്ടി തുടർന്നുള്ള ഭാഗം ബലപ്പെടുത്തി. അടുത്ത ഭാഗം സ്വർണ്ണപ്പണിക്കാരിൽപ്പെട്ട ഹർഹായുടെ പുത്രൻ ഉസിയൽ ശക്തിപ്പെടുത്തി. അതോട് ചേർന്ന് സുഗന്ധദ്രവ്യ വ്യാപാരികളിൽപ്പെട്ട ഹനാനിയ ബലപ്പെടുത്തി. അവർ വിശാല മതിൽ വരെ ജെറുസലം കേടുപോക്കി. അവരോട് ചേർന്ന് ജെറുസലേം അർദ്ധ ജില്ലയുടെ പ്രഭുവായ ഹൂറിന്റെ പുത്രൻ റഫായ ബലപ്പെടുത്തി. ഹറുമാഫിന്റെ പുത്രൻ യദായ തുടർന്നുള്ള ഭാഗം ശക്തിപ്പെടുത്തി. അത് വീടിന്റെ മുമ്പിലായിരുന്നു. അവന്റെ വശം ചേർന്ന് ഹഷാബനായയുടെ പുത്രൻ ഹത്തൂഷ് ബലപ്പെടുത്തി. ഹാറിമിന്റെ പുത്രൻ മൽക്കിയായും പവാത് മോവാബിന്റെ പുത്രൻ ഹഷൂബും ചൂള ഗോപുരത്തോടൊപ്പം രണ്ടാമതൊരു ഭാഗം ബലവത്താക്കി. അടുത്ത ഭാഗം ശക്തിപ്പെടുത്തിയത് ജെറുസലേം അർദ്ധ ജില്ലയുടെ അധിപനായ ഹല്ലോഹേഷിന്റെ പുത്രൻ ഷല്ലൂമും അവന്റെ പുത്രിമാരുമാണ്. ഹാനൂനും സാനോവ നിവാസികളും താഴ്വര കവാടം ബലപ്പെടുത്തി. അവർ അത് പണിയുകയും ചവറ്റ് കവാടം വരെ 1000 മുഴം മതിലിൽ അതിന്റെ കതകളും കുറ്റികളും ഓടാമ്പലുകളും ഘടിപ്പിക്കുകയും ചെയ്തു. ബത്ഹക്കേറം ജില്ലയുടെ അധിപനും റേഖാബിന്റെ പുത്രനുമായ മൽക്കിയാണ് ചവറ്റ് കവാടം ബലപ്പെടുത്തിയത്. അവർ അത് പണിയുകയും അതിന്റെ കതകളും കുറ്റികളും ഓടാമ്പലുകളും പിടിപ്പിക്കുകയും ചെയ്തു. മിസ്പ ജില്ലയുടെ അധിപനും കൊൽഹസയുടെ പുത്രനുമായ ഷല്ലും ദാവീദിന്റെ നഗരത്തിൽ നിന്നിറങ്ങുന്ന പടികൾ വരെയുള്ള രാജകീയോദ്യാനത്തിലെ ഷേലാക്കുളത്തിന്റെ മതിലിനോടൊപ്പം ഉറവ കവാടം ശക്തിപ്പെടുത്തി. അവൻ അത് പണിത് മേൽക്കൂട് ഉണ്ടാക്കുകയും അതിന്റെ കതകളും കുറ്റികളും ഓടാമ്പലുകളും ഘടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ബേത്സൂർ അർദ്ധജില്ലയുടെ പ്രഭുവും ആസ്ബുക്കിന്റെ പുത്രനുമായ നെഹമിയ ദാവീദിന്റെ ശവകുടീരത്തിന് എതിർഭാഗം വരെയും കൃത്രിമക്കുളം വരെയും ഭടത്താവളം വരെയും ബലവത്താക്കി. അവനുശേഷം ബലപ്പെടുത്തിയത് ബാനിയുടെ പുത്രൻ രേഹും ഉൾപ്പെട്ട ലേവായരാണ്. കെയില അർദ്ധ ജില്ലയുടെ പ്രഭുവായ ഹഷാബിയ തന്റെ ജില്ലയ്ക്ക് വേണ്ടി അടുത്ത ഭാഗം ശക്തിപ്പെടുത്തി. അവനുശേഷം കെയില അർദ്ധ ജില്ലയുടെ പ്രഭുവും ഹെനാദാവിന്റെ പുത്രനുമായ ബാവായ് ഉൾപ്പെട്ട അവരുടെ സഹോദരന്മാർ ബലപ്പെടുത്തി. അവന്റെ വശം ചേർന്ന് മിസ്പയുടെ പ്രഭുവും യശുവയുടെ പുത്രനുമായ ഏസർ രണ്ടാമതൊരു ഭാഗം ബലവത്താക്കിയത് മൂലയിലെ ആയുധപ്പുരയുടെ കയറ്റത്തിന് മുമ്പിലായിരുന്നു. അവനുശേഷം സാബായുടെ പുത്രൻ ബാറു തീഷ്ണതയോടെ പ്രവർത്തിച്ചു. രണ്ടാമതൊരു ഭാഗം മൂല മുതൽ പ്രധാന പുരോഹിതനായ ഏലിയഷിബിന്റെ ഭവന കവാടം വരെ അവൻ ശക്തിപ്പെടുത്തി. അവനുശേഷം ഭവന കവാടം മുതൽ ഏലിയഷിബിന്റെ ഭവന പരിധി വരെ രണ്ടാമതൊരു ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഊറിയയുടെ പുത്രൻ മെറേമോത്ത് ബലപ്പെടുത്തി. പിന്നീട് ബലവത്താക്കിയത് സമതല പൗരന്മാരായ പുരോഹിതന്മാരാണ്. തുടർന്ന് ബെഞ്ചമിനും ഹാഷൂബും തങ്ങളുടെ വീടിന് മുമ്പ് ബലപ്പെടുത്തി. അതിനുശേഷം അനനിയയുടെ പുത്രനായ മാസയ്യയുടെ പുത്രൻ അസറിയ തന്റെ വീടിന് സമീപം ബലപ്പെടുത്തി. അവനുശേഷം ഹനാദാദിന്റെ പുത്രൻ ബിന്നോയ് അസറിയയുടെ വീട് മുതൽ മൂല വരെയും മുട്ടുചുവരു വരെയും രണ്ടാമതൊരു ഭാഗം ബലവത്താക്കി. മൂലയുടെ മുൻവശം മുതലും പാറാവിന്റെ അങ്കണത്തിനുമുള്ള അത്തിന രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ഗോപുരത്തിലും ഉസായിയുടെ പുത്രൻ പലാൽ പണിതു. അവനുശേഷം
പറോഷിന്റെ പുത്രൻ പെദയായും. ദത്തു ശുശ്രൂഷകർ ഓഫേൽ നിവാസികളായിരുന്നു. അവർ കിഴക്ക് ജലകവാടത്തിനും തള്ളി നിൽക്കുന്ന ഗോപുരത്തിനും മുൻവശം വരെ പണിതു. അതിനുശേഷം തള്ളി നിൽക്കുന്ന വലിയ ഗോപുരത്തിന് മുൻവശം മുതൽ ഓഫേൽ ഭിത്തി വരെ തെക്കോവക്കാർ രണ്ടാമതൊരു ഭാഗം ബലപ്പെടുത്തി. പുരോഹിതന്മാർ ഓരോരുത്തരും അശോകവാട പരിസരം മുതൽ അവരവരുടെ വീടിന്റെ മുൻഭാഗം വരെ ശക്തിപ്പെടുത്തി. തുടർന്ന് ഇമ്മേറിന്റെ പുത്രൻ സാദോക് തന്റെ വീടിന്റെ മുൻഭാഗം ബലവത്താക്കി. അതിനുശേഷം ബലപ്പെടുത്തിയത് കിഴക്കേ കവാട സൂക്ഷിപ്പുകാരനായ ഷെക്കേനിയായുടെ പുത്രൻ ഷെമായിയാണ്. അതിനു തുടർച്ചയായി ഷെലേമിന്റെ യായുടെ പുത്രൻ ഹനാനിയും സാലാഫിന്റെ ആറാമത്തെ പുത്രൻ ഹാനൂനും ശക്തിപ്പെടുത്തി. ബറക്കിയയുടെ പുത്രൻ മെഷുല്ലാം രണ്ടാമതൊരു ഭാഗമായി തന്റെ വസതിക്ക് മുൻവശം ബലവത്താക്കി. അവനുശേഷം സ്വർണ്ണപ്പണിക്കാരനായ മൽക്കിയ ദത്ത് ശുശ്രൂഷകരുടെയും വ്യാപാരികളുടെയും വീട് വരെയും പരിശോധന കവാടത്തിന് മുമ്പിലെ മുട്ടുചുവർ മാളിക വരെയും ബലപ്പെടുത്തി. മുട്ടുചുവർ മാളികയ്ക്കും അജ കവാടത്തിനുമിടയിൽ ബലവത്താക്കിയത് സ്വർണ്ണപ്പണിക്കാരും വ്യാപാരികളുമാണ്. ഞങ്ങൾ മതിൽ നിർമ്മിക്കുന്നുവെന്ന് കേൾക്കാനിടയായപ്പോൾ സൻബല്ലാത്ത് കോപിഷ്ഠനായി. അവൻ ഏറെ അസ്വസ്ഥനായി. അവൻ യഹൂദരെ പരിഹസിച്ചു. തന്റെ സഹോദരന്മാരുടെയും സമരിയ സൈന്യത്തിന്റെ സമക്ഷം അവൻ സംസാരിച്ചു. അവൻ ചോദിച്ചു, ദുർബലരായ ഈ യഹൂദർ എന്താണ് ചെയ്യുന്നത്? അവർ തങ്ങളെ തന്നെ സ്വതന്ത്രരാക്കുന്നുവോ? അവർ ബലിയർപ്പിക്കുമോ? ഇന്ന് തന്നെ പൂർത്തിയാക്കുമോ? കല്ലുകൾ അതും ദഹിപ്പിക്കപ്പെട്ടവ, ആ പൊടി കൂമ്പാരങ്ങളിൽ നിന്ന് അവർ പുനരുജ്ജീവിപ്പിക്കുമോ? അപ്പോൾ അവന്റെ സമീപത്ത് അമ്മോൻകാരൻ തോബിയുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അവർ പണിയുന്ന അവിടെ കന്മതിൽ പോലും ഒരു കുറുനരി കയറിയാൽ പൊളിക്കാനുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അവഹേളന പാത്രമായിരിക്കുന്നത് അങ്ങ് ശ്രദ്ധിക്കണമേ. അവരുടെ പരിഹാസം അവരുടെ ശിരസിലേക്ക് തന്നെ തിരിച്ചുവിടണമേ. അടിമത്തത്തിന്റെ നാട്ടിൽ അവരെ കൊള്ള മുതലായി കൊടുക്കണമേ. അവരുടെ കുറ്റത്തിന്മേൽ അങ്ങ് മറയിടരുതേ. അങ്ങയുടെ മുമ്പിൽ നിന്ന് അവരുടെ പാപം മായിച്ചു കളയരുതേ. പണിയുന്നവരുടെ മുമ്പാകെ അവർ പ്രകോപനമുണ്ടാക്കിയല്ലോ. അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. ജനത്തിന് പണിയാൻ മനസ്സുണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവന്റെയും പകുതി വരെ കൂട്ടിയോജിപ്പിക്കപ്പെട്ടു. നെഹമ്യായുടെ പുസ്തകം 4-ാം അധ്യായം. എന്നാൽ ജെറുസലേം മതിലുകളുടെ പുനരുദ്ധാരണം പുരോഗമിക്കുന്നെന്നും വിള്ളലുകൾ അടയ്ക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നെന്നും കേട്ടപ്പോൾ സൻബല്ലാത്തും തോബിയായും അറബുകാരും അമ്മോൻകാരും അഷ്ദോദുകാരും ഏറെ കോപിഷ്ഠരായി. ജെറുസലേമിൽ പൊരുതാനായി പോകാനും അതിന് നാശമുണ്ടാക്കാനും അവരെല്ലാവരും ഒരുമിച്ച് ഗൂഢാലോചന നടത്തി. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവരെ പ്രതി ദിനരാത്രങ്ങൾ അവരുടെ മുമ്പിൽ കാവലേർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ യൂദാ പറഞ്ഞു, ചുമട്ടുകാരന്റെ ശക്തി ക്ഷയിക്കുന്നു, ഏറെ പൊടിയുമുണ്ട്, മതിലിൽ പണിയാൻ ഞങ്ങൾക്കാകുന്നില്ല. ഞങ്ങളുടെ എതിരാളികൾ പറഞ്ഞു, നാം അവരുടെ മധ്യത്തിലെത്തി അവരെ കൊന്ന് പണി നിർത്തിക്കുന്നതുവരെ അവർ അതറിയുകയോ കാണുകയോ ഇല്ല. അവരുടെ അടുത്ത് പാർത്തിരുന്ന യഹൂദർ വന്നപ്പോൾ ഞങ്ങളോട് 10 പ്രാവശ്യം പറഞ്ഞു, അവർ വസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവർ നമുക്കെതിരാണ്. അതിനാൽ മതിലിനപ്പുറം താഴെയായി തരിശിടങ്ങളിൽ ഞാൻ ആളുകൾ വിന്യസിച്ചു. ഞാൻ ജനത്തെ കുടുംബങ്ങൾ അനുസരിച്ച് തങ്ങളുടെ വാളുകൾ, കുന്തങ്ങൾ, വില്ലുകൾ എന്നിവ സഹിതം നിർത്തി. ഞാൻ നിരീക്ഷിച്ചൊരുങ്ങി. ഇടപ്രഭുക്കന്മാരോടും വരേണ്യരോടും ജനത്തെ ശേഷിച്ചവരോടും പറഞ്ഞു, അവർ മൂലം നിങ്ങൾ ഭയപ്പെടേണ്ട. വലിയവനും ഭീതിതനുമായ കർത്താവിനെ ഓർക്കുവിൻ. നിങ്ങളുടെ സഹോദരങ്ങൾ, പുത്രീപുത്രന്മാർ, ഭാര്യമാർ എന്നിവരെയും നിങ്ങളുടെ ഭവനങ്ങളെയും പ്രതി പോരാടുവിൻ. ഞങ്ങൾക്ക് അറിവ് കിട്ടിയെന്നും അവരുടെ ആലോചന ദൈവം തകർത്തെന്നും ഞങ്ങളുടെ എതിരാളികൾ കേട്ടപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും മതിലിലേക്ക് ഓരോരുത്തരും അവനവന്റെ പണിക്കായി തിരിച്ചെത്തിയത്. അന്നു മുതൽ എൻ്റെ ഭൃത്യന്മാരിൽ പകുതി പേർ പണിയിലേർപ്പെട്ടു, പകുതി പേർ കുന്തങ്ങൾ, പരിചകൾ, വില്ലുകൾ, പടച്ചട്ടകൾ എന്നിവ ഏന്തുകയും ചെയ്തു. പ്രഭുക്കന്മാരാകട്ടെ യൂദാ ഭവന്റെ മുഴുവനും പിന്നാലെയായിരുന്നു. മതിൽ പണി ചെയ്തിരുന്നവരും ചുമട് വഹിച്ചിരുന്ന ചുമട്ടുകാരും ഒരു കൈ കൊണ്ട് പണിയിലേർപ്പെട്ടപ്പോൾ മറ്റേതുകൊണ്ട് ആയുധം പിടിച്ചു. പണിക്കാർ ഓരോരുത്തരും തന്റെ അരയിൽ വാൾ അണിഞ്ഞുകൊണ്ടാണ് പണിതിരുന്നത്. കാഹളമൂതുന്നവൻ എൻ്റെ സമീപത്തുണ്ടായിരുന്നു. ഇടപ്രഭുക്കന്മാരോടും വരേണ്യരോടും ജനത്തെ ശേഷിച്ചവരോടും ഞാൻ പറഞ്ഞു, ജോലി ഭീമവും വിപുലവുമാണ്. നമ്മൾ മതിലിന്മേൽ ഒരുവൻ അപരനിൽ നിന്ന് ചിതറി നിൽക്കുകയാണ്. ആകയാൽ കാഹളധ്വനി കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ പക്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂടണം. നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം പോരാടും. അങ്ങനെ നേരം പുലരുന്നത് മുതൽ നക്ഷത്രങ്ങൾ തെളിയുന്നതുവരെ ഞങ്ങൾ പണിയിലേർപ്പെട്ടപ്പോൾ പകുതി പേർ കുന്തങ്ങൾ വഹിച്ചു നിന്നു. അതേസമയം ഞാൻ ജനത്തോട് പറഞ്ഞു, ഓരോ ആളും
അയാളുടെ ഭൃത്യനും നമുക്ക് രാത്രി കാവലിനും പകൽ ജോലിക്കുമായി ജെറുസലേമിന്റെ മധ്യത്തിൽ രാപ്പാർക്കട്ടെ. വെള്ളം എത്തിക്കുന്നതിന് ആളുണ്ടായിട്ടും ഞങ്ങൾ ആരും, ഞാനോ എൻ്റെ സഹോദരരോ എൻ്റെ ഭൃത്യന്മാരോ എന്നെ അനുഗമിച്ച കാവലാളുകളോ ഞങ്ങളുടെ വസ്ത്രങ്ങൾ മാറിയില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം. കർത്താവിൽ നിന്ന് ജെറമിയയ്ക്കുണ്ടായ വചനം ഇപ്രകാരമായിരുന്നു: നീ കർത്താവിന്റെ ആലയത്തിന്റെ കവാടത്തിൽ നിൽക്കുക. അവിടെ ഈ വചനം പറയുക: കർത്താവിനെ ആരാധിക്കാൻ ഈ കവാടങ്ങളിലൂടെ വരുന്ന യൂദാ മുഴുവനുമേ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നന്നാക്കുവിൻ. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് താമസിപ്പിക്കാം. കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം എന്ന് പറയുന്ന ഇത്തരം പൊള്ളവാക്കുകളിൽ നിങ്ങൾ ആശ്രയമർപ്പിക്കരുത്. കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നന്നാക്കിയാൽ, ഒരുവൻ തൻ്റെ അയൽക്കാരനോട് യഥാർത്ഥത്തിൽ നീതി പ്രവർത്തിച്ചാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ഞെരുക്കാതെയും ഈ സ്ഥലത്ത് നിഷ്കളങ്ക രക്തം ചിന്താതെയും നിങ്ങളുടെ തന്നെ ദുരന്തത്തിന് അന്യദേവന്മാരുടെ പിറകെ പോകാതെയും ഇരുന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ എന്നേക്കുമായി നൽകിയ നാട്ടിലെ ഈ സ്ഥലത്ത് ഞാൻ നിങ്ങളെ താമസിപ്പിക്കും. ഇതാ, പ്രയോജനം ചെയ്യാത്ത പൊള്ളവാക്കുകളിലാണ് നിങ്ങൾ ആശ്രയമർപ്പിക്കുന്നത്. മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും വ്യാജമായി ആണയിടുകയും ബാലിന് ധൂപം അർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ പിൻചെല്ലുകയും ചെയ്തിട്ട് എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഈ നിന്ദിതകളെല്ലാം ചെയ്യാനായി ഞങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നെന്ന് നിങ്ങൾ പറയുന്നുവോ? എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ആലയം നിങ്ങളുടെ ദൃഷ്ടികളിൽ അക്രമികളുടെ ഗുഹയോ? ഇതാ, ഞാൻ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്: ആരംഭത്തിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിച്ച ഷീലോയിലെ എൻ്റെ സ്ഥലത്തേക്ക് ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിന്റെ തിന്മയെ പ്രതി ഞാൻ അതിനോട് ചെയ്തത് നിങ്ങൾ കാണുവിൻ. ഇപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്യുന്നതിനാൽ കർത്താവിൻ്റെ അരുളപ്പാട് ഞാൻ നിങ്ങളോട് സംസാരിച്ചു, തീഷ്ണതയോടെ സംസാരിച്ചു, എന്നാൽ നിങ്ങൾ കേട്ടില്ല. ഞാൻ നിങ്ങളെ വിളിച്ചു, എന്നാൽ നിങ്ങൾ മറുപടി നൽകിയില്ല. നിങ്ങൾ ആശ്രയമർപ്പിക്കുന്ന എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ആലയത്തോടും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കുമായി ഞാൻ നൽകിയ സ്ഥലത്തോടും ഷീലോയോട് പ്രവർത്തിച്ചതുപോലെ തന്നെ ഞാൻ ചെയ്യും. നിങ്ങളുടെ എല്ലാ സഹോദരന്മാരെയും ഓരോ എഫ്രൈം സന്തതിയെയും നിഷ്കാസനം ചെയ്തതുപോലെ നിങ്ങളെയും എൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസനം ചെയ്യും. നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടിയും നിലവിളിയും പ്രാർത്ഥനയും ഉയർത്തരുത്. എന്നോട് മാധ്യസ്ഥം യാചിക്കരുത്, എന്തെന്നാൽ ഞാൻ നിന്നെ കേൾക്കുകയില്ല. യൂദായുടെ നഗരങ്ങളിലും ജെറുസലേമിന്റെ തെരുവീതികളിലും അവർ ചെയ്യുന്നതൊന്നും നീ കാണുന്നില്ലേ? ആകാശരാജ്ഞിക്ക് അപ്പമുണ്ടാക്കാൻ മക്കൾ വിറക് പെറുക്കുന്നു, പിതാക്കന്മാർ തീ കത്തിക്കുന്നു, സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു. എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയാർപ്പണം നടത്തുന്നു. എന്നെയാണോ അവർ പ്രകോപിപ്പിക്കുന്നത്? സ്വന്തം മുഖം ലജ്ജ അണിയും വിധം തങ്ങളെ തന്നെയല്ലേ? കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നാഥനായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു: ഇതാ, എൻ്റെ കോപവും എൻ്റെ ക്രോധവും ഈ സ്ഥലത്തേക്ക് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും മേലും വയലിലെ വൃക്ഷങ്ങളുടെയും നിലത്തിന്റെ ഫലത്തിന്റെ മേലും ചൊരിയപ്പെടുന്നു. അത് ജ്വലിക്കും, അത് ശമിക്കുകയില്ല. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: നിങ്ങളുടെ ബലികളോട് നിങ്ങളുടെ ഹോമയാഗങ്ങളും ചേർത്ത് മാംസം ഭക്ഷിച്ചുകൊള്ളുവിൻ. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്ന ദിവസം ഹോമയാഗത്തിന്റെയും ബലികളുടെയും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. മറിച്ച് ഇക്കാര്യമാണ് ഞാൻ അവരോട് കൽപ്പിച്ചത്: നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിക്കുവിൻ. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ദൈവമായി തീരും, നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. നിങ്ങൾക്ക് നന്മയുണ്ടാകാനായി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഓരോ വഴിയിലും നടക്കുവിൻ. എന്നാൽ അവർ ശ്രവിക്കുകയോ തങ്ങളുടെ ചെവി ചായ്ക്കുകയോ ചെയ്തില്ല. പ്രത്യുത മനോവ്യാപാരങ്ങളിൽ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ കാഠിന്യത്തിൽ അവർ നടന്നു. എന്നാൽ അവർ പോയത് പിന്നോട്ടായിരുന്നു, മുന്നോട്ടായിരുന്നില്ല. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ തുടങ്ങി ഇന്നുവരെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാരെയെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് ജാഗ്രതയോടെ അയച്ചിട്ടുണ്ട്. എന്നാൽ അവർ എന്നെ ശ്രവിച്ചില്ല, തങ്ങളുടെ ചെവി ചായ്ച്ചതുമില്ല. അവർ തങ്ങളുടെ പിടലി കടുപ്പിച്ച് പൂർവികന്മാരെക്കാൾ കൂടുതൽ തിന്മ ചെയ്തു. നീ അവരോട് ഈ വചനങ്ങളെല്ലാം പറയണം, എന്നാൽ അവർ നിന്നെ കേൾക്കുകയില്ല. നീ അവരെ വിളിക്കുമ്പോൾ അവർ ഉത്തരം നൽകുകയില്ല. നീ അവരോട് പറയണം: തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാത്ത, ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനതയാണിത്. വിശ്വസ്തത നശിച്ചിരിക്കുന്നു.
തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് അത് വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നീ നിന്റെ മുടി അറുത്തെറിയുക, മൊട്ടക്കുന്നുകളിൽ ഒരു വിലാപഗാനം ഉയർത്തുക. കാരണം തൻ്റെ ക്രോധത്തിനിരയായ തലമുറയെ കർത്താവ് ഉപേക്ഷിക്കുകയും വിസ്മരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തെന്നാൽ എൻ്റെ മുമ്പിൽ യഹൂദ്യർ തിന്മ ചെയ്തിരിക്കുന്നു. എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ആലയത്തെ അശുദ്ധമാക്കാനായി അവർ അവിടെ തങ്ങളുടെ മ്ലേച്ഛതകൾ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്: തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നി ദഹിപ്പിക്കാൻ ബെൻഹിന്നോം താഴ്വരയിൽ അവർ തോഫേത്തിന്റെ പൂജാഗിരികൾ നിർമ്മിച്ചു. ഞാൻ കൽപ്പിച്ചതല്ലാതെ എൻ്റെ മനസ്സിൽ ഉദിച്ചതുമല്ല. ആകയാൽ ഇതാ ദിനങ്ങൾ വരുന്നു, കൊലയുടെ താഴ്വര എന്നല്ലാതെ തോഫേത്ത് എന്നോ ബെൻഹിന്നോം താഴ്വര എന്നോ അത് ഇനിമേൽ പറയപ്പെടുകയില്ല. സ്ഥലമില്ലാത്തതിനാൽ തോഫേത്തിൽ അവർ സംസ്കാരം നടത്തും. കർത്താവിന്റെ അരുളപ്പാട്: ഈ ജനത്തിന്റെ മൃതശരീരം ആകാശത്തിലെ പക്ഷികൾക്കും വയലിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി തീരും. അവയെ ഭയപ്പെടുത്താൻ ആരും ഉണ്ടാവുകയില്ല. യൂദാ നഗരങ്ങളിൽ നിന്നും ജെറുസലേം തെരുവീഥികളിൽ നിന്നും സന്തോഷധ്വനിയും ആനന്ദാരവവും മണവാളന്റെ ശബ്ദവും മണവാട്ടിയുടെ സ്വരവും ഞാൻ ഇല്ലാതാക്കും. ദേശം നിശ്ചയമായും ഒരു നാശക്കൂമ്പാരമായി തീരും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. പൗലോസ് ദെർബയിലും ലിസ്ത്രായിലും എത്തി. ലിസ്ത്രായിൽ വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകനായ തിമോഥെയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവന്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു. ലിസ്ത്രായിലെയും ഇക്കോണിയത്തിലെയും സഹോദരന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. അവൻ തൻ്റെ കൂടെ പോരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിച്ഛേദന കർമ്മം നടത്തി. എന്തെന്നാൽ അവന്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്ന് അവരെല്ലാം അറിഞ്ഞിരുന്നു. ജെറുസലേമിൽ വെച്ച് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ പാലിക്കാൻ അവരെ പറഞ്ഞേൽപ്പിച്ചു. തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ അനുദിനം വർദ്ധിക്കുകയും ചെയ്തു. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയായും ഗലാത്തിയ ദേശവും കടന്നുപോയി. മീസിയാക്കി അടുത്തു വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ യേശുവിന്റെ ആത്മാവ് അവരെ അനുവദിച്ചില്ല. തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. രാത്രിയിൽ പൗലോസിനൊരു ദർശനമുണ്ടായി. മക്കെദോനിയക്കാരനായ ഒരാൾ അവന്റെ മുമ്പിൽ വന്നു നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: മക്കെദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. മക്കെദോനിയക്കാരെ സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്നറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു. ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി ഞങ്ങൾ നേരെ സമോത്രാക്കയിലേക്കും അടുത്ത ദിവസം നയാപോളിസിലേക്കും അവിടെ നിന്ന് മക്കെദോനിയയുടെ ഒരു പ്രധാന ഭാഗവും പ്രധാന നഗരവും അധിനിവേശ പ്രദേശവുമായ ഫിലിപ്പിയയിലേക്കും യാത്ര ചെയ്തു. കുറെ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. സാബത്ത് ദിവസം ഞങ്ങൾ നഗര കവാടത്തിന് പുറത്ത് നദി തീരത്ത് പ്രാർത്ഥനാലയം ഉണ്ടായിരിക്കുമെന്ന് കരുതി ചെന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ വന്നുകൂടിയ സ്ത്രീകളോട് സംസാരിച്ചു. കൂട്ടത്തിൽ ലിദിയ എന്നു പേരുള്ള സ്ത്രീയും ഉണ്ടായിരുന്നു. അവൾ തിയതീറ പട്ടണത്തിൽ നിന്നുള്ള പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായിരുന്നു. പൗലോസ് പറഞ്ഞവ ശ്രദ്ധിക്കാൻ അവളുടെ ഹൃദയം കർത്താവ് തുറന്നു. അവളും കുടുംബവും സ്നാനം സ്വീകരിച്ചിട്ട് ഞങ്ങളോട് അപേക്ഷിച്ചു: കർത്താവ് വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ പരിഗണിക്കുന്നെങ്കിൽ എന്റെ ഭവനത്തിൽ വന്നു വസിക്കുവിൻ. അവൾ ഞങ്ങളെ നിർബന്ധിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.